ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാത്തുകാത്തിരുന്ന മോഹങ്ങള് പൂണിയാൻ പോവല്ലേ സാറേ. കിടക്കട്ടെ അലങ്കാരങ്ങളൊക്കെ. എടോ, ഏത് കാര്യങ്ങൾ ഇങ്ങനെ കുട്ടിഘോഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പക്വത ഉണ്ടാവണം. ആഹാ, പക്വതയൊക്കെ ഞാൻ കാണുന്നുണ്ട് സാറേ. ഗാതമാടത്തെ കാണുമ്പോ സാർ നോക്കിക്കുന്ന ആ നോട്ടം ഉണ്ടല്ലോ, അയ്യോ അത് വലിയ പക്വതയാണ് നീ. പിന്നെ ഗാതമാടത്തിന്റെ അടുത്ത് നിൽക്കുമ്പോ മാഡത്തിന്റെ കൈയും പിടിച്ച് സാറ് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, അയ്യോ അത്രയും വലിയ പക്വത വേറെ ആർക്കും ഇല്ലെന്നേ. പിന്നെ ആരും കാണാതെ ഗാതാമാടത്തിന് ഫുഡ് വാരി കൊടുക്കുന്നതും തിരിച്ച് ഗാതാമാടം വാരി തരുന്നതും ഒക്കെ വലിയ പക്വതയാ. താനെന്തോ CCTV-യോ? ഇതൊക്കെ താനെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് സാറേ, ഈ ആരും അറിയാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ചിലർക്കൊരു ധാരണയുണ്ടാവും. പക്ഷെ സത്യത്തിൽ എന്താ സംഭവം? ചുറ്റുപാടുള്ള എല്ലാരും അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ മാത്രല്ല, അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാരും കണ്ടിട്ടുണ്ട്. പിന്നെ അവര് കണ്ടില്ല എന്നങ്ങ് നടിക്കൂ. അതെന്താന്നറിയോ? ഈ തലമുറകളുടെ കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെ പറയുന്നതേ അതാണ്. അതുകൊണ്ട് സാർ അത്ര പുണ്യാളൊന്നും ആവണ്ട. കീർത്തി, അതെ, നവീൻ സാറിന്റെ മണിയറയുടെ കാര്യത്തില് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. അഭിപ്രായങ്ങൾ സ്വീകരിക്കപ്പെടും. താൻ തന്നെ പണി നോക്കി പോടൂ. അയ്യോ, കണ്ടോ സാറേ, കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം ഗാതമാടം കൊത്തിക്കൊണ്ടുപോയതിന്റെ ദേഷ്യവാ കീർത്തിക്ക്. എടാ, അവള് കേക്കണ്ട, തന്നെ കുരിശിക്കറ്റി കളയും. എന്റെ പോലും സാറേ, ദേ ശാപം മാറി, മനസ്സിലുള്ള പേടിയും മാറി. ഇനിയിപ്പോ സാറും ഗാതമാടം കൂടി ഒന്ന് ജീവിച്ചോണം. അല്ലാതെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ആശുപത്രിയിലെങ്ങാനും കിടന്നാലുണ്ടല്ലോ, ദേ എന്റെ സ്വഭാവം മാറുവേ. നവീനെ, അമ്മേ, എന്താ മാണിക്കുഞ്ഞെ പറയുന്നേ? ഇയാളുടെ നാവിന് ഇല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ചുമ്മാ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും. മിക്കവാറും ഞാൻ ഇയാളെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. എങ്ങോട്ട് പറഞ്ഞു വിടാനാ? ചുമ്മാ പറയോ അമ്മേ. അമ്മേ, സാറിന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ദേ ഒരു നാണം തേട്ടി തേട്ടി വരുന്നുണ്ടോ? ഗാതമാടത്തെ കുറിച്ചുള്ള ആലോചനയില്ല. ഒന്ന് പോടാ അവിടുന്ന്, വൃത്തികെട്ടവൻ. എന്തായാലും എന്റെ മോന് ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. ആഹാ, അപ്പൊ അമ്മയും തുടങ്ങിയോ? ഞാനിവിടെ നിൽക്കുന്നില്ല. സാറേ, എന്റെ അമ്മേ, ഇപ്പൊ സാറിന്റെ കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്കാണ് അതിശയം. മുമ്പ് ഗൗരവ് മാത്രം കൊണ്ടുവരുന്ന സാറ് ഇപ്പതേ കൊച്ചുകുട്ടികളെ പോലെ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു മാണിക്കുഞ്ഞെ, ഇപ്പോഴല്ലേ എല്ലാം മനസ്സിൽ നിന്നൊന്നൊഴിഞ്ഞത്. അതിന്റെ സന്തോഷം അവന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. സാറ് ഭാഗ്യവാനാണമ്മേ. സാറ് മാത്രമല്ല, നമ്മുടെ കുടുംബവും. അല്ലെങ്കിൽ ഗാതമാടത്തെ പോലെ ഇത്രയും ഭക്തിയും ബഹുമാനവും ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളെ സാറിന് കിട്ടുവോ? അത് ശരിയാ മാണിക്കുഞ്ഞെ. എത്രയോ ജന്മം എന്റെ മോൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിരിക്കും ഗാതമോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇനിയുള്ള അവരുടെ ജീവിതം ഒന്ന് നന്നായി കണ്ടാ മതി. ഇനി എന്താ ഇവിടുത്തെ തടസ്സം? ആകെയുള്ള തടസ്സം എന്ന് പറയുന്നതേ ആ അമ്മായി മോളുവാ. അതെ, അമ്മ അച്ഛനോട് മുറുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ നിമിഷം അവര് പടിക്ക് പുറത്താ. പിന്നെ സാറും ഗാതമാടവും സന്തോഷമായിട്ട് ജീവിക്കില്ലേ? ഒരു 10 മാസം കഴിയുമ്പോ ഒരു പൊന്നോമനെ എടുത്ത് അമ്മയുടെ കയ്യിലോട്ട് വെച്ചു തരും. അമ്മുമ്മ ലാളിച്ചോളാൻ പറഞ്ഞിട്ട്. ഹാപ്പി അല്ലേ?